നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നത്? 10 വോട്ടുകളുമായി അൻസിബ. എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകണം എന്ന് ലാലേട്ടനോട് കൂടി പറയുന്നത് കൊണ്ട് തന്നെ അൻസിബ പൊക്കോട്ടെ എന്ന് ബിഗ് ബോസ് വീട്ടിലെ 10 പേരങ്ങ് തീരുമാനിച്ചു. അങ്ങനെ 10 വോട്ടുകൾ അൻസിബയ്ക്ക് കിട്ടി, 8 വോട്ടുകൾ അഭിഷേകിന് കിട്ടി, 4 വീതം വോട്ടുകൾ ജിൻഡോയ്ക്കും അർജുനും കിട്ടി, നോറയ്ക്ക് 3 വോട്ടും അപ്സരയ്ക്ക് 2 വോട്ടും നന്ദനയ്ക്ക് 3 വോട്ടും കിട്ടി. നോറയുടെ പേര് നോമിനേറ്റ് ചെയ്തത് അൻസിബ, സായി, ശരണ്യ എന്നിവരാണ്. അതുപോലെ തന്നെ അഭിഷേക് കെ ഒരു വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. വിചാരിച്ച പോലെ ഗെയിമിലേക്ക് വരുന്നില്ല. അർജുൻ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണ് എന്നാണ് മെജോറിറ്റി അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഡയറക്റ്റ് നോമിനേഷനിൽ പോയവരും അതോടൊപ്പം തന്നെ പവർ ടീം തെരഞ്ഞെടുത്ത ആളും പിന്നെ വീട്ടുകാരെല്ലാം കൂടി നോമിനേറ്റ് ചെയ്തവരും ചേർന്ന ഒരു നീണ്ട നിര തന്നെ ഈ ആഴ്ച നോമിനേഷനിലുണ്ട്. അൻസിബ 1, അഭിഷേക് കെ 2, നോറ 3, ജിൻഡോ 4, അർജുൻ 5, അപ്സര 6, നന്ദന 7, അതുപോലെ പവർ ടീം തിരഞ്ഞെടുത്ത നമ്മുടെ റസ്മിൻ 8, ഡയറക്റ്റ് നോമിനേഷനിലുള്ള സായി 9, ഡയറക്റ്റ് നോമിനേഷനിലുള്ള ജാസ്മിൻ 10, ഡയറക്റ്റ് നോമിനേഷനിലുള്ള അഭിഷേക് ശ്രീകുമാർ 11. ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ സിബിനും ഡയറക്റ്റ് നോമിനേഷനിലുള്ള ആളാണ്. അങ്ങനെ 12 പേര് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും പേരൊക്കെ ഒന്നിച്ച് നോമിനേഷനിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ സീസണിൽ. എന്താണെങ്കിലും ഇതിൽ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അത് ആരാണെങ്കിലും അയാളകത്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക. ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഒരിക്കലും വോട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരെ പുറത്താക്കാൻ ശ്രമിക്കുന്നോ അയാൾ അകത്ത് നിൽക്കുകയും ആരാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അയാൾ പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആള് അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ദയവേത് വോട്ട് ചെയ്യുക. കുറെ പേര് ഇപ്പോഴും ഇയാളെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ വോട്ട് ചെയ്യുക ഇങ്ങനെ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതല്ല ഈ ഗെയിം. ഈ ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അയാൾ പുറത്ത് പോകാതിരിക്കാനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഒരിക്കലും വോട്ട് ചെയ്യരുത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്താൽ പണി പാളും. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.